കണ്ടോ, ഒരു വൃദ്ധസദനം ഉണ്ടാക്കിയിട്ടേക്കുക. ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പം പൂട്ടി. കോട്ടക്കര ബ്ലോക്ക് പഞ്ചായത്ത് വയോജന പകൽ പരിപാലന കേന്ദ്രം. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ കിടക്കുന്നത്. ഇത്രയും ലക്ഷം മുടക്കിയിട്ട് ഇതാണ്ടേ ടാങ്കും അതും ഇതും എല്ലാം നശിച്ചു പോയി. ഇതിനകത്ത് ലൈബ്രറി ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അരിയില്ല, മണ്ണെണ്ണയില്ല, ആ ഒരു ലെവലായി. അതേ കണക്ക് തന്നെ ഇത് കണ്ടോ, ഇവിടെ വലിയൊരു ബിൽഡിംഗ് വന്നിരിക്കുന്നുണ്ടോ. ബിൽഡിംഗ് പണി നടക്കുക. ഈ ഒരു ബിൽഡിംഗ് വനിതകൾക്ക് വേണ്ടി സർക്കാർ തുടങ്ങി വെച്ച പരിപാടിയാണ്. ഈ കൊടകരയിൽ വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നത് എന്ന് വെച്ചാൽ ഇത് പഞ്ചായത്തിന്റെ സ്ഥലമായിരുന്നു. യുവതലമുറകൾ ഇവിടെ ആയിരുന്നു ക്രിക്കറ്റ് കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഗ്രൗണ്ട് അവർ ഇത്രയും വലിയൊരു ബിൽഡിംഗ് കിട്ടി. സ്ത്രീകൾക്ക് എന്തോ ജോലി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വലിയ ബിൽഡിംഗ് പൊക്കി കെട്ടിയേക്കുന്നത്. പക്ഷെ പണി നടക്കുന്നില്ല. ഇപ്പൊ പണി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നടക്കുന്നില്ല. ഫണ്ടില്ലെന്നോ എന്തോ ഇല്ലെന്ന് പറഞ്ഞ് പണി നടക്കുന്നില്ല. വല്ലപ്പോഴും ഇവിടുത്തെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വല്ലപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ പണി മേശരിമാര് വന്ന് മറ്റേ തൂക്കോട്ടയൊക്കെ എടുത്ത് എന്തൊക്കെയോ പണി ചെയ്യും. നമ്മുടെ ഈ പാവപ്പെട്ടവർ പൈസ വെച്ച് പൊക്കി ബിൽഡിംഗ് നടത്തി വനിതകൾക്കൊക്കെ ജോലി കൊടുക്കും, കുഴപ്പമില്ല. പക്ഷെ കുറെ വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടേക്കോ ഇത്. പിന്നെ ആ ബിൽഡിങ്ങിന്റെ കണ്ടോ, ടാങ്കൊക്കെ കണ്ടോ, മേളിലെ ടാങ്കൊക്കെ ദ്രവിച്ച് ഒറ്റ മോട്ടറൊക്കെ ഉണ്ടോ. മോട്ടർ ഇരിക്കുന്നുണ്ട് നിങ്ങൾ. ഈ മോട്ടർ ഇനി എന്തോത്തിനെങ്കിലും കൊള്ളാവോ? പരിപാലന കേന്ദ്രം ഉണ്ടാക്കിയിട്ടേക്കോ നശിപ്പിക്കാൻ വേണ്ടി. മോട്ടർ എന്തെങ്കിലും കൊള്ളാവോ? അതേ കണക്ക് തന്നെ അടുത്ത ടാങ്ക് 3 ടാങ്ക് ഉണ്ട്. ഇതെല്ലാം നശിച്ച് നാരായണക്കല്ലായി. മോട്ടർ ഉൾപ്പെടെ നശിച്ച് നാരായണക്കല്ലായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പണിഞ്ഞിടുമ്പോ ഉണ്ടല്ലോ, ഇത് പൂർത്തീകരിക്കാൻ സാധിക്കണം. ആൾക്കാർക്ക് ഗുണമുള്ള സാധനങ്ങളാണെങ്കിൽ അത് ചെയ്താൽ പൂർത്തീകരിക്കണം. അല്ല ഫണ്ടില്ല, മറ്റില്ല, മറിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും പൈസ.